ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി ആശുപത്രി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മോർച്ചറിക്ക് മുന്നിലാണ് ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി എത്തിയിട്ടുള്ളത്. സൂരജ് സജി വിശദാംശങ്ങളുമായി ചോദിക്കുന്നു. സൂരജ്, ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം DMKയുടെയും AIDMKയുടെയും എല്ലാ നേതാക്കളും അവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയും അവിടെ എത്തിയിട്ടുണ്ടല്ലോ. ക്രിസ്റ്റിന, തീർച്ചയായും. അതായത് മുഖ്യമന്ത്രി MK സ്റ്റാലിനടക്കം ഇന്ന് രാവിലെ എത്തിയതാണ്. ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. വലിയ സുരക്ഷയടക്കം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ അദ്ദേഹം വരുന്നതറിഞ്ഞ് ഈ ബന്ധുക്കളടക്കമുള്ള അദ്ദേഹത്തെ കാണാനും ഈ പരാതികൾ പറയുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരെല്ലാവരെയും ഇപ്പോൾ ഈ പോലീസ് ഇടപെട്ട് നീക്കി ഈ എടപ്പാടി പളനിസ്വാമി ഈ മോർച്ചറിക്കുള്ളിലേക്ക് കയറി. സൂരജ് സജിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോരുത്തരുടെയായി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വരുമ്പോൾ ആ ബന്ധുക്കളുടെ വല്ലാത്ത ദുഃഖം, സങ്കടം, കരച്ചിലൊക്കെ തന്നെ, നിലയ്ക്കാത്ത കരച്ചിലുകൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ക്രിസ്റ്റിന പറഞ്ഞതുപോലെ ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിശേഷിച്ച് DMK AIDMK നേതാക്കളൊക്കെ തന്നെ അവിടെ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കളും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സൂരജ് സജി അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ ദുരന്തമുണ്ടായതിനു ശേഷം പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി, ഇനി ഒരിക്കലും ഇത്തരത്തിൽ ഒരു വല്ലാത്ത ദുരന്തം ഉണ്ടാകാതിരിക്കാൻ അതിനുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഇതിന് ഉത്തരവാദികൾ ആരാണ്, അവരെ കണ്ടെത്തേണ്ടതുണ്ട്. കൃത്യമായ പരിശോധനകൾ, അന്വേഷണം നടക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി അവിടെ എത്തിയതിനു ശേഷം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചിലരെങ്കിലും പോലീസുകാരെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിടെയുള്ള നാട്ടുകാരെല്ലാവരും പറയുന്നത് കൃത്യസമയത്ത് പോലീസ് വേണ്ടത്ര രീതിയിൽ അവിടെ എത്തിയിരുന്നില്ല എന്ന് പറയുന്നു. മറിച്ച് അപ്പുറത്ത് ഈ പാർട്ടി ഇത് സംഘടിപ്പിച്ചു, ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ ഭാഗത്ത് കുറ്റമുണ്ട്, അവരെ പഴിചാരുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വശത്ത് അങ്ങനെ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഒക്കെ വരുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറ്റവരെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള ആ ദുഃഖം, അതിൻ്റെ വൈകാരികമായ വല്ലാത്ത പ്രതികരണങ്ങൾ, അതുതന്നെയാണ് ആദ്യം എത്തുന്നത്. അതിന് ഒരു രാഷ്ട്രീയ മാനം അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊട്ട് മുൻപത്തെ നിമിഷം വരെ സംസാരിച്ചു കൊണ്ടിരുന്നവർ അല്പസമയത്തിനകം തിരിച്ചു വരാമെന്ന് സന്തോഷത്തോടെ ചിത്രങ്ങൾ ഉൾപ്പെടെ അയച്ചു കൊടുത്തവർ, അവർ ഇന്ന് ഇല്ല എന്നുള്ള ആ ഒരു വേദന, ആ കുടുംബത്തിൻ്റെ കണ്ണീർ, അവരിൽ ചിലരൊക്കെ തന്നെ ആ കുടുംബത്തിൻ്റെ ഒരു നെടുംതൂണായിരുന്നവരാകാം, ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നവരാകാം, സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യരാണ് അവിടെയുള്ളവർ. വെറും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നെത്തിയവരാണ്. വളരെ ചുരുങ്ങിയ പരിമിതമായൊരു സ്ഥലമാണത്. അവിടെ ചുറ്റിലും വീടുകളാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളാണ്. ഒരു വഴിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ അത്രയും വലിയൊരു ആൾക്കൂട്ടം എത്താനുണ്ടായ സാഹചര്യം, അവിടെ പോലീസിൻ്റെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നോ, പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ, ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.